ഹജ് ബേബി ഹാജ് ബേബിയുടെ കയ്യിലിരിക്കുന്ന എന്തോന്ന് കാണിച്ചായേ? എന്തോ അത്? ഇതെന്തുവാ? ജിറാഫ്. ഇതാണ് ജിറാഫിന്റെ കുഞ്ഞല്ലേ? ആര് വാങ്ങിച്ചു തന്ന? വാങ്ങിച്ചു തന്നതാ? ഇഷ്ടപ്പെട്ടോ? ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളാണ്ട് കന്യാകുമാരി ബീച്ചിലെത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരു നല്ല മഴയുടെ കോളുണ്ടായിരുന്നു. ഹാജുവിനാണെങ്കിൽ ബീച്ച് പാർക്ക് എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പിള്ളേർക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ബീച്ച് കണ്ടപ്പോൾ അവൾ വലിയ ഹാപ്പിയായി. ഞാനിത് സെക്കൻഡ് ടൈമാണ് കന്യാകുമാരിയിൽ വരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ ഇങ്ങനെയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ബീച്ചാണ്. ഒരുപാട് പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് നല്ല മഴയുടെ കോളും കാര്യമൊക്കെ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ പാർക്കിലൊന്നും കയറ്റാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് കടകളായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. കണ്ടോ മഴക്കാറ് കണ്ടോ? നല്ല കറുത്തിരുണ്ട് വരുമായിരുന്നു. പിന്നെ കുഞ്ഞിന് അവിടെ എല്ലാം തന്നെ നടക്കണമെന്ന് പറഞ്ഞ് പിന്നെ ടോയ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവൾ ഒരുപാട് ഹാപ്പിയായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എത്ര ടോയ് ഉണ്ടെങ്കിലും പുതിയത് കാണുമ്പോഴത്തേക്ക് പോയി പ്രത്യേകിച്ച് എന്തെങ്കിലും കെട്ടിപ്പിടിച്ചതിനൊക്കെ ഉമ്മ കൊടുക്കും. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പാവക്കുട്ടികൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയായി. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി നിന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ മിഠായി കടയുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് മിഠായിയൊക്കെ പർച്ചേസ് ചെയ്ത്. പിന്നെ മഴയായതുകൊണ്ട് നമുക്ക് വണ്ടി കിടക്കുന്നിടത്തോട്ട് നടന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് കടകളിൽ തന്നെ നിന്ന്. അപ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിച്ചതിൽ നിന്നൊരു പുളിമിഠായി എടുത്ത് പൊട്ടിച്ച് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ മഴയൊക്കെ തോന്നി നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി. ഇനി വേറെ എവിടെയും നമ്മൾ പോകുന്നില്ല, ഇനി വീട്ടിലേക്കാണ്. അവിടെ നമ്മൾ തിരിച്ച് കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ തിരിച്ച്. വരുന്ന വഴിയിൽ വീണ്ടും ഫാൻ കണ്ടപ്പോഴത്തേക്ക് അവൾ വീണ്ടും അതിൽ നോക്കി നിന്നതായിരുന്നു. തിരിച്ച് വരുമ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാത്രിയായിട്ടുണ്ടായിരുന്നു. ലുലു മാളിൽ നമുക്ക് കയറാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് കയറിയില്ല. കന്യാകുമാരിയിൽ നമുക്ക് ചെവിയിൽ വെക്കുന്നൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട്. അതൊക്കെ തന്നെ നിൽക്കാനൊന്നും അറിയത്തില്ല, എങ്കിലത് ചെവി വെച്ചുകൊണ്ടിരുന്നു. ഒരു പാട്ടിട്ട് കൊടുത്ത് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് കണ്ടത്. പിന്നെ